ടാരോറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും വളർത്തിയെടുക്കുവാൻ എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും? 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാൻ കൂട്ടുകാരെ. പാസ്റ്റിൽ വന്നിട്ടുള്ള കാർഡ് 3 ഓഫ് സോർഡ്സ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. ഈ കാർഡിൻ്റെ നമ്പർ 3 ആണ്. അതായത് 3 എന്ന നമ്പർ ആശയപരമായി കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു വായുതത്വത്തെയും ഇൻ്റലക്ച്വലിനെയും സൂചിപ്പിക്കുന്ന കാർഡ് കൂടിയാണ്. ഈ കാർഡ് നൽകുന്ന സൂചനകൾ ദുസ്സഹമായ ദുഃഖം, വൈകാരികമായ വേദന, വേർപിരിയൽ, മനപ്രയാസം ഇവയൊക്കെയാണ്. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഹൃദയം പിളർക്കുന്ന എന്തോ വേദന അനുഭവിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിലാകാം, സ്നേഹബന്ധങ്ങളിലാകാം, അല്ലെങ്കിൽ സൗഹൃദത്തിലോ അതുമല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായോ ധനസംബന്ധമായോ ഏതുമാകാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും ഹൃദയത്തിൽ ആഴത്തിൽ കുത്തിയിറക്കപ്പെട്ട നിലയിലുള്ള 3 വാളുകൾ. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദുഃഖത്തിന് സ്വയം തിരിച്ചറിയുക. ബുദ്ധി ഉപയോഗിച്ച് അതിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ കൊടിയ വിഷാദത്തിലാണ് എന്ന് കാണുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക: ഈ ദുഃഖവും വിഷാദവും ഒക്കെ താൽക്കാലികമാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം. അതിൽ ആഴ്ന്നിറങ്ങാതെ വായുവേഗത്തിൽ ഉയർത്തെഴുന്നേൽക്കുക. ഒരു പകലിന് ഒരു രാത്രി എന്നതുപോലെ ജീവിതത്തിൻ്റെ 2 പാട്ടുകളാണ് സുഖവും ദുഃഖവും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം അനിവാര്യമാണ്. സുഖം മാത്രമാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഈശ്വരനെ സ്മരിക്കുമോ? ദുഃഖം എന്തെന്നറിഞ്ഞാലല്ലേ സുഖത്തിനൊരു വിലയുണ്ടാവുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നിമിഷവും കടന്നു പോകും എന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് എന്തുതന്നെ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് നൽകിയ പ്രപഞ്ചം അതിൽ നിന്നും പുറത്തേക്ക്, എന്ത് സുഖദുഃഖങ്ങളാണെങ്കിലും നമുക്കത് നൽകിയ പ്രപഞ്ചം അതിൽ നിന്നും പുറത്തേക്ക് വരുന്നതും ഉള്ളൊരു മാർഗവും നമുക്കായി കരുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. കാറ്റും കോളും തിരമാലകളും നിറഞ്ഞ ഒരു സമുദ്രത്തിന് തുല്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എല്ലാ പേർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. തനിക്കു താനെ പണിവതു നാഗവും നരകവും അതുപോലെ എന്ന കവിവചനം എത്ര അർത്ഥവത്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിലെ സ്വർഗവും നരകവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക. അതിൽ നിന്നും പുറത്തേക്ക് എങ്ങനെ കടക്കാൻ കഴിയും എന്ന് ആലോചിക്കുക. യൂണിവേഴ്സ് ഒരു പാത നമുക്ക് തുറന്നു തരും. എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക, നെഗറ്റീവ് ചിന്തകൾ പറിച്ചെറിയുക, സഹജീവികളോട് കരുണയുള്ളവരാകുക, മാതാപിതാക്കളെ, കുടുംബത്തെ ഒക്കെ സ്നേഹിക്കുക, പ്രകൃതിയുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുക. മനസമാധാനം താനേ വരും. ഇന്നു മുതൽ അതിന് തയ്യാറാക്കി നോക്കൂ. ഒരു തെളിഞ്ഞ ഓളങ്ങളില്ലാത്ത ജലാശയം പോലെയാവും നമ്മുടെ മനസ്സ്. ഒന്ന് ശ്രമിച്ചുകൂടെ കൂട്ടുകാരെ? നിങ്ങൾക്ക് ഇനി പ്രസൻറ്റിലെ കാർഡ് ഏസ് ഓഫ് വാൺസ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. ഇത് ഒരു അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇത് ആഗ്രഹം, ഊർജം, വിൽ പവർ, ആത്മബലം എന്നിവയെയും സൂചിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ഈ കാർഡിലോട് നിങ്ങളോട് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ചാണ്. നിങ്ങളുടെ സാമർഥ്യവും കഴിവുകളും ജന്മവാസനകളും കൊണ്ട് പുതിയ ഒരു തലം കണ്ടെത്തുക. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വായുവിൽ ഉയർന്നു വരുന്ന കൈത്തലത്തിൽ ഹരിതാഭയുള്ള, അതായത് പച്ചപ്പുള്ള ഒരു വടി. അത് ശുഷ്കിച്ചല്ല കാണുന്നത്, തളിരിലകൾ കൊണ്ട് നിറഞ്ഞാണ് കാണുന്നത്. താഴെ മലനിരകളും കാണാം, അവയിലും ഹരിതാഭയുണ്ട്. പുതിയൊരു പാഷൻ സ്വീകരിക്കുക, പുതിയൊരു തുടക്കം കുറിക്കുക. ഇപ്പോൾ എന്ത് ഫോളോ ചെയ്താലും വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അത് സ്വാഭാവികം മാത്രം. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പാസ്റ്റിലെ കാർഡിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് പ്രസൻറ്റിലെ കാർഡ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും അവസരങ്ങൾ പ്രപഞ്ചം നമ്മുടെ കൺമുൻപിൽ കൊണ്ടുവരില്ല. മുന്നിൽ വരുന്ന അവസരങ്ങളിൽ നമുക്ക് അനുയോജ്യമായവ ഏറ്റെടുത്ത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അതൊരു പക്ഷേ പുതിയൊരു ജോലിയാകാം, അല്ലെങ്കിൽ ഒരു വ്യാപാര അവസരമാകാം. എന്തുതന്നെ ആയാലും ഏറ്റെടുക്കുക. നമ്മുടെ മനസ്സ് ആണ് വില്ലൻ. മറ്റൊരാൾക്ക് മാനസിക പിന്തുണ ഒരു പക്ഷേ നമുക്ക് നൽകാൻ കഴിയും. എന്നിരുന്നാലും സ്വയം നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തുക. അതിൽ നിന്നും
ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വ കാർഡാണ്. ഈ കാർഡ് ആരോഗ്യത്തെയും സമ്പത്തെയും കുറിക്കുന്നുണ്ട്. ഒരു മൈനർ ആർക്കാന കാർഡാണിത്. 9 എന്ന നമ്പർ വികാസത്തെ, അതായത് എക്സ്പാൻഡിനെ കുറിക്കുന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന സമൃദ്ധിയെയും ആഡംബരത്തെയും സ്വയം പര്യാപ്തതയെയും സാമ്പത്തികമായി നിങ്ങൾ കാണാൻ പോകുന്ന ഉന്നതിയെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് കാണുന്നു. കഷ്ടപ്പെട്ട് ജീവിത നിലവാരം ഉയർത്തി ഒരു സ്റ്റേബിളിൽ എത്തിയതായി കാണുന്നു. ചിത്രത്തിൽ കാണുന്നില്ലേ, ധനത്തിന് നടുവിൽ, സമൃദ്ധിയുടെ നടുവിൽ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു യുവതിയെ. അതിലെ അവരുടെ വസ്ത്രത്തിൻ്റെയും അവരുടെ തലയ്ക്ക് മുകളിലെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണത്. അത് സ്വാതന്ത്ര്യത്തോടെ, ആഡംബരത്തോടെ, ആരോഗ്യത്തോടെ ഉള്ളൊരു ജീവിതം കൈപ്പിടിയിലായാൽ സമാധാനവും സന്തോഷവും താനേ എത്തിച്ചേരുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹൃദയം പിളരുന്ന വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്ന് മറുകരയിൽ നമ്മളെ തേടി പുതിയ അവസരങ്ങൾ വന്നു നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ഉത്തമമായത് ചൂസ് ചെയ്യുക. അപ്പോൾ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഉള്ള ചവിട്ടുപടികൾ പ്രപഞ്ചം നമുക്കായി ഒരുക്കി നൽകിയിരിക്കുകയാണ്. അതിലൂടെ കയറി ഉയരങ്ങളിലെത്താൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരിക. ഓർത്തു നോക്കൂ, ഇന്ന് നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ. അതിപ്പോൾ ഏത് മേഖലയിലായാലും നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയല്ലേ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. കഠിനമായി പരിശ്രമിക്കുക. അസാധ്യമായി ഒന്നുമില്ല. എല്ലാം എല്ലാവർക്കും സാധ്യമായില്ലെങ്കിലും നമ്മളെക്കൊണ്ടും ചിലതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം സന്തോഷമാക്കുവാനുള്ളത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. അടുത്ത ഒരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.